മറവി രോഗത്തിനെ പറ്റിയുള്ള വീഡിയോ കണ്ട പല ആളുകളും ഓർമ്മിക്കാനുള്ള ടിപ്സിനെ പറ്റി ഒരെണ്ണം ചെയ്യണമെന്ന് അഭിപ്രായപ്പെട്ടു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ അനൂപ് വാര്യർ, ആയുർവേദ മനഃശാസ്ത്രജ്ഞനാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളുടെ ബ്രെയിനിന് രണ്ട് പാർട്ടുണ്ട്, ലെഫ്റ്റും റൈറ്റും. അതിൻ്റെ ഫിസിയോളജിക്കലായിട്ട് അതിൻ്റെ ഫങ്ഷൻസിനെ പറ്റി ചിന്തിച്ചാൽ അത് ഓപ്പോസിറ്റ് സൈഡ്സിനെ നിയന്ത്രിക്കുന്നതാണ് ഇതിൻ്റെ ഫങ്ഷൻ. മാത്രമല്ല ലെഫ്റ്റ് സൈഡിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടും അനലറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു, റൈറ്റ് സൈഡ് കൂടുതലും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുന്നു എന്ന് വിചാരിക്കുക, ആ പാട്ടിലെ ലിറിക്സ് ലെഫ്റ്റ് ബ്രെയിനിലും അതുപോലെ റൈറ്റ് ബ്രെയിനിലാണ് അതിൻ്റെ ഈണം. അതുപോലെ ഇപ്പം നമ്മൾ ഒരാളെ മുഖം ഓർത്തെടുക്കുക, അതൊക്കെ റൈറ്റ് ബ്രെയിനിലാണ്. നമ്മൾ ഈ രണ്ട് വശങ്ങളെയും ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ബ്രെയിനിനെ നമുക്ക് കൂടുതലായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. അതിന് നമുക്ക് നമ്മളുടെ പ്രവർത്തനം കൂടുതലാക്കുന്നത് എങ്ങനെയാണെന്നും അതിലൂടെ ഓർമ്മ വർദ്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് നോക്കാം. അർജുനനെ സവ്യസാചി എന്ന് വിളിക്കാറുണ്ട്. രണ്ട് കൈകൾ കൊണ്ടും അമ്പെയ്യുന്നയാൾ. രണ്ട് കൈകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ ചെയ്തു കഴിയുമ്പോഴാണ് നമ്മളുടെ ഓർമ്മ കൂടുതലാകുന്നത്, നമ്മളുടെ ബ്രെയിനിന് കൂടുതൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ രണ്ട് കൈകളെയും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് കേട്ടിട്ടുണ്ടാവും ലിയോണാർഡോ ഡാവിഞ്ചി രണ്ട് കൈകൾ കൊണ്ടും വരയ്ക്കാറുള്ളത്. അത് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മളുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിലൂടെ ഓർമ്മ എങ്ങനെ വർദ്ധിപ്പിക്കാം. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, നിമിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാരണത്തിനെ അറിഞ്ഞ് ഒരു കാര്യത്തിനെ പഠിച്ചു കഴിഞ്ഞാൽ, ആ കാര്യം സമ്പൂർണ്ണമായി മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മൾക്ക് കൃത്യമായി ഓർത്തിരിക്കാൻ പറ്റുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് രൂപം. നമ്മൾ വിഷ്വലായിട്ട് നമ്മളൊരു കാര്യം കണ്ടുപഠിക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ ഗ്ലോബ് ഉപയോഗിച്ച് പഠിച്ചാൽ, അല്ലെങ്കിൽ അനാട്ടമി പഠിക്കുമ്പോൾ ചിത്രം വരച്ചിട്ടോ സ്പെസിമെൻ ഉപയോഗിച്ചിട്ടോ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഓർത്തിരിക്കും. അതുപോലെ ഇപ്പോൾ നമ്മളുടെ ടീച്ചർമാർ ചെറിയ ക്ലാസ്സിൽ ചെമ്പരത്തിപ്പൂവിനെ ഉപയോഗിച്ചിട്ടായിരിക്കും പരാഗണമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവുക. അതൊക്കെ നമ്മളുടെ ഓഡിയോ വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു. അതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് 3-4 മെത്തേഡുകൾ സാദൃശ്യാത് സവിപര്യാത്. അതായത് നമ്മളിപ്പോൾ അക്ബറിൻ്റെയും ഔറംഗസീബിൻ്റെയും ഭരണകാലങ്ങളെപ്പറ്റി പഠിക്കുന്നു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളുടെ ഓഫീസിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഓർത്തിരിക്കുന്നു എന്ന് വിചാരിക്കാം. ഇതിൻ്റെ സമാനതകളെപ്പറ്റി ആദ്യം പഠിക്കുന്നു, അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് അതിൻ്റെ വ്യത്യാസങ്ങളെ പറ്റി പഠിക്കുന്നു. ഇത് ചെയ്തു കഴിയുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ഇത് എളുപ്പത്തിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ നമുക്ക് ആ സമാനതകൾ പഠിക്കുന്നു, ഇതിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പഠിക്കുമ്പോൾ നമുക്കിത് ഓർത്തിരിക്കാൻ എളുപ്പം ഉണ്ടാകും. മറ്റൊന്നാണ് നമ്മൾ സത്വാനുബന്ധം എന്ന് പറയുന്നത്. സത്വാനുബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡ് ഇഷ്ടമുള്ളതിനെ ആയിരിക്കും എപ്പോഴും ചിന്തിക്കുക. അതിലേക്ക് നമ്മളുടെ ആക്ടിവിറ്റീസിനെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, നമ്മളുടെ ഓർമ്മയെ എങ്ങനെ എത്തിക്കാൻ സാധിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൽ ശ്ലോകങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പഠിക്കുന്നത്. ഒരു കാര്യത്തിനെ പഠിക്കുന്നത് ശ്ലോക രൂപത്തിലാക്കി കഴിയുമ്പോൾ ഈണത്തിൽ ചൊല്ലാൻ പഠിക്കുന്നു. ഇപ്പം ഞങ്ങൾ തന്നെ ശ്ലോകങ്ങൾ പഠിക്കുന്നതിനെ കൂടി ചിലപ്പോൾ അതിൽ നിന്ന് പല പുതിയ പാട്ടുകളുടെ ഈണത്തിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹിങ്കുവജാതി ചൂർണത്തിൻ്റെ യോഗം ഞങ്ങൾ പഠിച്ചത് പിന്നെയും പിന്നെയും എന്ന് പറഞ്ഞ ഗാനം ഉപയോഗിച്ചിട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ഹിങ്കുവജ വിജയ പശുഗന്ധ ഡാഡിമദീപ്യക ധാന്യക പാഠ. ഇത്തരത്തിൽ ശ്ലോകങ്ങളെ മാറ്റി പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല ചില കോഡുകൾ ഡബിൾ മീനിങ് ഉള്ള കോഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഏത് തരത്തിൽപ്പെട്ടതാണെങ്കിലും കോഡുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടായതുകൊണ്ട് അത് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുകയും അതിരിക്കുകയും ചെയ്യും. ഭഗവത്ഗീതയിൽ പറയുന്നു സൂത്രേ മണികണായി വാ. അതായത്
നമ്മൾ ഒരു കാര്യത്തിന് അടുക്കി പഠിക്കുക. അതായത് നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ബെഡ്റൂമിലെ ഇന്ന വസ്തുക്കളുണ്ടെന്ന് ഉള്ളത് വിചാരിക്കുന്നു. അതിനെ നമ്മൾ ഏതെങ്കിലും മറ്റ് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് പല കാര്യങ്ങളും അടുക്കത്തിൽ ഓർത്തിരിക്കാൻ നമുക്ക് സഹായിക്കും. അതുപോലെ നമ്മൾ വിഷ്വൽ ആയിട്ട് ചിന്തിക്കുന്നതിലിപ്പോൾ ഒരു വീട്ടിൽ നിന്ന് അരി മേടിക്കാൻ പറയുന്നു, ഉള്ളി മേടിക്കാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നു ഒരരിയുടെ ചാക്കിൻ്റെ മുകളിൽ ഉള്ളി വച്ചിരിക്കുന്നു, അതിൻ്റെ മുകളിൽ തേങ്ങ വച്ചിരിക്കുന്നു, അതിൻ്റെ ഭാഗത്തൊരു പേന കുത്തിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ വിഷ്വലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാവുന്ന ചില ടെക്നിക്സാണ്. അങ്ങനെ പലതരത്തിലുള്ള ടെക്നിക്സും നമുക്ക് അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ പല കോഡുകളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. മറ്റൊന്നാണ് അഭ്യാസം. വാട്ട് ഇസ് അഭ്യാസം? അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരാവർത്തന അഭ്യാസം, വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്നതാണ് അഭ്യാസം എന്ന് പറയുന്നത്. അഭ്യാസാത് പ്രാപ്യതേ ദൃഷ്ടി കർമ്മസിദ്ധി പ്രകാശിനി. കർമ്മസിദ്ധിയെ ഉണ്ടാക്കുന്നത് അഭ്യാസമാണ്. അത് നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്യുന്നത് എപ്പോഴും റിപ്പീറ്റായിട്ട് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലാണ് അത് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഉദാഹരണം, നമ്മൾ നീന്തൽ പഠിക്കുന്നു. നീന്തൽ പഠിക്കുന്നത് നമ്മൾ നീന്തിയാണ് നീന്തൽ പഠിക്കുന്നത്. അതുപോലെ നമ്മൾ ഡ്രൈവിങ് പഠിക്കുന്നു. ശ്രീനിവാസൻ്റെ ഒരു സിനിമയിലുണ്ട്, നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുമ്പോൾ ബ്രേക്ക് എവിടെ, ആക്സിലേറ്റർ എവിടെ, ഇതൊക്കെ ആദ്യം നമ്മൾ ചോദിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഡ്രൈവിങ് എക്സ്പേർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമ്മളുടെ വിഷയമല്ല. നമ്മൾ ഓടിച്ചു പോകുന്നു, കൃത്യമായി നമ്മൾ കാര്യങ്ങൾ, ഇതിനെ പ്രൊസീജിയർ മെമ്മറി എന്ന് പറയാം. അത് ആ തരത്തിൽ നമ്മൾക്ക് അഭ്യാസം കൊണ്ട് ശീലിക്കാവുന്നതാണ്. പിന്നെ റിപ്പീറ്റ് ലേണിങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നു. ഇതൊക്കെ നാളെ ഓഫീസിലേക്ക് വേണ്ട കാര്യങ്ങൾ ഓർത്തു വയ്ക്കുന്നു, അത് എഴുതി വയ്ക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ പറയുന്ന ഒന്നാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. ജ്ഞാനയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ അറിവിനനുസരിച്ച് നമ്മൾ യോഗ തുടങ്ങിയവ ചെയ്യുന്നതിലൂടെ നമുക്ക് പല ജ്ഞാനങ്ങളും നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. അത് മാത്രമല്ല, ജ്ഞാനയോഗത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്പം ഭക്ഷണം കഴിക്കാതിരിക്കുക, അതുപോലെ തന്നെ അമിതമായി വർക്ക് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ കുറച്ച് വർക്ക് ചെയ്യാതിരിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക്, അതുപോലെ ഉറക്കം, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ഉറക്കം. നല്ലവണ്ണം ഉറങ്ങിയില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. നമ്മളുടെ വർക്കുകളെല്ലാം, ഓഫീസിലായാലും പരീക്ഷയ്ക്ക് പോയാലും എന്തിലായാലും നമുക്ക് ഈ വർക്കൊക്കെ നമ്മളെ ബാധിക്കും. ഈ വർക്കിനെയൊക്കെ നമുക്ക് പ്രശ്നമാണ് ഉറക്കം കൃത്യമായിട്ട് നടന്നില്ലെങ്കിൽ. അതുകൊണ്ട് കൃത്യമായിട്ട് ഉറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ് പുനഃശ്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കേൾക്കുക. നമുക്കിപ്പോൾ ഒരു ആളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിക്കാമെന്ന് വിചാരിക്കുക. നമ്മൾ റീചെക്ക് ചെയ്യുന്ന മാനേജറെ ആയിരിക്കും എപ്പോഴും നമ്മളുടെ സബോർഡിനേറ്റ് അനുസരിക്കുന്നത്. കാരണം അയാൾ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളത് ചിലപ്പോൾ മറന്നു പോകാം. അപ്പോൾ ആ കാര്യങ്ങൾ എങ്ങനെ എന്നുള്ളത് വീണ്ടും കേട്ട് പഠിക്കുന്നത് നമുക്കത്, ഇപ്പോൾ നമ്മൾ പല ശ്ലോകങ്ങളോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും പഠിക്കാനുള്ള സാധനങ്ങളോ 2 or 3 പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ നമ്മളുടെ ഇഷ്ടപ്പെട്ട അധ്യാപകർ, എന്തെങ്കിലും കഥയൊക്കെ പറയുന്ന അധ്യാപകരാണെങ്കിലും നമ്മൾ കൂടുതലായിട്ടും പഠിക്കാറുണ്ട്. അതുപോലെ നമ്മളുടെ മനസ്സ് എപ്പോഴാണോ മറ്റ് വസ്തുതകളുമായിട്ട് ഇഷ്ടത്തിൽ യോജിക്കുന്നത്, അപ്പം നമുക്ക് കൂടുതൽ ലേൺ ചെയ്യാൻ പറ്റും, അത് ഓർത്തു വയ്ക്കാൻ പറ്റും. പിന്നെ നമുക്ക് ദൃഷ്ടശ്രുതാനുഭൂതാനാം, നമ്മൾ 8 വഴികൾ പറഞ്ഞു. ഇത് നമ്മൾ ഓർത്തു വയ്ക്കുന്നതിന് നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മളെപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കും. 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഈ 5 ഇന്ദ്രിയങ്ങളിലുമായിട്ട് സ്റ്റോർ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളിലും നമ്മൾക്ക് പഠിക്കാനുള്ള, നമ്മളുടെ അകത്തേക്കുള്ളത് എടുക്കാൻ പറ്റും, അതിനെയൊക്കെ ചെയ്യാൻ പറ്റും. 2 ശ്രുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ട് പഠിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പം അതുപോലെ എഴുതി പഠിക്കുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ നമ്മളുടെ കപ്പാസിറ്റി, ഓർക്കാനുള്ള കപ്പാസിറ്റി പല ആളുകളുടെയും, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും കേട്ടോ. ചിലർക്ക് നടന്ന് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അതൊക്കെ നമ്മൾ ഏതാണ് നമ്മൾക്ക് പറ്റിയതെന്ന് നോക്കി പഠിക്കണം. അനുഭൂതം, ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോൾ നമ്മൾ ലേൺ ചെയ്യുമ്പോൾ പല ആളുകളുമായിട്ട് നമ്മളുടെ
ഫ്രണ്ട്സായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് നമുക്ക് എപ്പോഴും വളരെ നന്നായിരിക്കും. നമ്മളിതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഇപ്പോൾ 10th-ൻ്റെയും 12th-ൻ്റെയും ഒക്കെ എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വർക്ക്ഷോപ്പ് നടക്കാൻ ഉദ്ദേശിക്കുന്നു. എപ്പോഴാണെന്നുള്ളത് തീരുമാനിച്ചില്ല, എങ്കിലും നമ്മളതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിനും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ചിന്തിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനും പല ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റും. ഇത്രയും പറയുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.